ഹായ് ഗൈസ്. വെൽക്കം ബാക്ക് ടു ഞാൻ ഹാബിൽ. എപ്പിസോഡ് നമ്പർ 20. അങ്ങനെ നമ്മൾ 20ാമത്തെ എപ്പിസോഡ് എത്തി. മാഷാ അല്ലാ, എന്തായാലും നമ്മൾ ഓ ആക്ച്വലി ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി പ്രൗഡ് കാരണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാനിത് ഇത്രയും കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞതാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളൊരു സീരീസ് തുടങ്ങിയിട്ട് അതിന് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നത് സ്റ്റാർട്ടിങ്ങിലെ വളരെ ബാഡ് ആണെങ്കിൽ പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകില്ല. ആ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് ഈ 20th എപ്പിസോഡ് ചെയ്യുന്നത് വരെയുള്ള കിട്ടിയ സപ്പോർട്ട് അത്ര അടിപൊളിയായതുകൊണ്ടാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്ത് വന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം പറയാനുള്ളത് താങ്ക്സ് നിങ്ങളോടാണ്. നിങ്ങളിത് കാണുന്നു, നിങ്ങൾ കോമൻറ്റ് സെക്ഷനിലൊക്കെ എനിക്ക് സപ്പോർട്ട് തരുന്നു, പേഴ്സണലി മെസ്സേജ് കുറേ ആളുകൾ പറയുന്നു. ഈ വീഡിയോസ് ബ്രേക്ക് വന്ന സമയത്തും എന്താ പറയുക, മെസ്സേജ് അയച്ചോണ്ട് നിൽക്കുന്നു ചില ആളുകൾ. എന്താ പോസ്റ്റ് ചെയ്തത്, എന്താണെന്നുള്ള ആ ചോദ്യങ്ങൾ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ താഴെ കോമൻ്റ് ആയിട്ടും കുറേ ആളുകൾ ചോദിക്കാൻ തുടങ്ങി, എന്താണ് പോസ്റ്റ് ചെയ്യാത്തത്. ഈ ചോദ്യങ്ങൾ വരുമ്പോഴാ സത്യമായിട്ടും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതായത് സംഭവം ഞാൻ എന്താ പറയുക, വേണമെന്ന് വെച്ചിട്ട് ഒഴിവാക്കിയോന്നല്ല, ബ്രേക്ക് എടുത്തോന്നല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കുറച്ച് സിറ്റുവേഷൻസും പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളായതുകൊണ്ട് ബ്രേക്ക് വന്നോ. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മൾ തുടങ്ങിയൊരു കാര്യം അത് ജസ്റ്റ് നമ്മളെ എന്തോ ഒരു പേഴ്സണൽ കാര്യം കൊണ്ട് സ്റ്റക്കായപ്പോൾ അത് ഓഡിയൻസായ നിങ്ങൾ അത് അന്വേഷിക്കുന്നു, അത് തിരക്കി വരുന്നു, അത് വീണ്ടും വേണമെന്ന് പറയുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവും. ആ അടിപൊളിയാണ്. ഞാൻ വെറുതെ പറയുന്നല്ല, നിങ്ങൾക്ക് സീരിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായിക്കണം. നിങ്ങൾക്കറിയാം ഞാൻ എന്തർത്ഥത്തിലാണ് പറഞ്ഞത്, നിങ്ങൾക്ക് നല്ലോണം മനസ്സിലായിട്ട് എനിക്ക് ഉറപ്പാണ്. ലിറ്ററലി ഐ എം വെരി ഹാപ്പി. എന്തായാലും മാഷാ അല്ലാ 20ാമത്തെ എപ്പിസോഡ് അൽഹംദുലില്ലാ, നമുക്ക് ഇതേപോലെ ഒരു 200ാമത്തെ എപ്പിസോഡൊക്കെ ചെയ്യാൻ പറ്റട്ടെ, 2000 എപ്പിസോഡ് ചെയ്യാൻ പറ്റട്ടെ, അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ ആശംസിക്കുന്നു. നിങ്ങൾ കട്ടൊക്കെ നിൽക്കട്ടോ, നമുക്ക് രണ്ടു കൂട്ടർക്കും നല്ല രീതിയിൽ കുറേ ആളുകളെ പൊക്കിക്കൊണ്ട് വരാനുള്ള, എത്ര ടാലൻറ്റഡ് ആയ ആളുകളെയാണ് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ കുറേ ആൾക്കാരെ നമുക്ക് പൊക്കി കൊണ്ടുവരാനുള്ള, നാളെ നിങ്ങളും ചെയ്യും. അപ്പം നമുക്ക് അതൊക്കെ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരണ്ടേ. നിങ്ങൾ വീഡിയോയിലൊരു പ്രാണിനെ കാണില്ലേ, കുറച്ച് നേരമായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. അതിന് പോകാൻ പറ്റണില്ല തോന്നുന്നുണ്ട്. ഞാൻ കൈ കൊണ്ടാക്കുമ്പോൾ അത് പേടിച്ചിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനൊന്ന് പോകട്ടെ. പോയിക്കോ. ഓക്കെ, അത് പോയി. 20ാമത്തെ എപ്പിസോഡിൽ ഫസ്റ്റത്തെ കോട്ട് ആരുതാ നോക്കാം, എന്താണെന്ന് നോക്കാം. അത് ലവ് കോട്ടാണോ അതോ വേറെ എന്തെങ്കിലും മോട്ടിവേഷൻ കോട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിംഗ് ആണോ, എനിക്കും അറിയില്ല. സീരിയസ്ലി ഗൈസ്, നമുക്ക് നോക്കാം. മർക്കിബ്ല പോഗ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്താണ്. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. വൺ ഡേ, 1 hour, 1 minute will never come again. So just forget all problems and be happy. ഫസ്റ്റ് കോട്ട്, ആ ഒരു 20ാമത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് കോട്ട് കേൾക്കടാ. ലൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ. 1 day, 1 hour, 1 minute will never come again. So just forget all problems and be happy. ലൈഫിനെ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു ദിവസം, 1 മണിക്കൂർ, 1 മിനിറ്റ്, ഇത് പിന്നീട് ഒരിക്കലും തിരിച്ചു വരില്ല. സോ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കടാ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതിലും നല്ലൊരു കോട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോന്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരാനുണ്ടോ? സീരിയസ്ലി ഗൈസ്, ഇതിനും നല്ലൊരു കോട്ട് നമുക്ക് വരാനില്ല. അടിപൊളി ലൈഫാണ്. എന്ത് പ്രശ്നം വന്നാലും പിടിച്ച് നിൽക്കുക, മുന്നോട്ട് പോവുക. തകർന്നു പോയാലും തടസ്സങ്ങൾ വന്നാലും തളർന്നു പോകരുത്, മുന്നോട്ട് തന്നെ പോവുക. നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. ഞാൻ വെറുതെ പറഞ്ഞല്ലോടാ, ഇതിലും നല്ലൊരു കോട്ട നമുക്ക് ഇന്ന് ഫസ്റ്റ് വരാനില്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെ തരം പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വേറൊരാൾക്കും ഈ ദുനിയാവിൽ പോകില്ല. അതുകൊണ്ട് ഒരു ദിവസം, 1 മണിക്കൂർ, 1 മിനിറ്റ് എല്ലാം ഒരു തവണ മാത്രമേ നമ്മുടെ ലൈഫിൽ വരുന്നുള്ളൂ എന്നൊരു ബോധം എനിക്കും വേണം, നിങ്ങൾക്കും വേണം. എല്ലാ സമയത്തും നമുക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റുമെന്നില്ല. നമുക്ക് സങ്കടങ്ങളൊക്കെ വരും, എന്താ പറയുക, താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ വരും. പക്ഷെ പരമാവധി നമ്മളെ തന്നെ ഹാപ്പി ആക്കുക. ഒരാൾ നമ്മളെ ഹാപ്പി ആക്കാനൊന്നും വെയിറ്റ് ചെയ്യരുത്. എന്തായാലും ഒരു കാര്യം എടുത്ത് പറയാനുള്ളത്, 20ാമത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോട്ട് എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ കിട്ടാവുന്നതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ മോട്ടിവേഷണൽ കോട്ടാണ്. സോ അത് ആരും മറക്കണ്ട. രണ്ടാമത്തത്, നിഷു റിനു ആൻഡ് നിഷാദ്
പാലുവായി എന്നാണോ പലുവായി എന്നാണോ അറിയില്ല. ഈ 2 പേജ് കൊളാബ് ചെയ്തിട്ട് ഒരു പോസ്റ്റാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ, ചില നല്ല വാക്ക് അയ്യോ പോയി ഒന്നൊരു എന്ത് ചെയ്യണമെന്നറിയാതെ ഒറ്റയ്ക്കാവുമ്പോൾ, ധൈര്യം നഷ്ടപ്പെടുമ്പോൾ, ചില നല്ല വാക്കുകളുടെ രൂപത്തിൽ ദൈവം കടന്നു വരും. മാഷാഅല്ലാ. നമ്മളുണ്ടല്ലോ പതറി നിൽക്കുന്ന സമയത്തും സ്റ്റക്കായി പോകുന്ന സമയത്തൊക്കെ ചില ആളുകൾ പറഞ്ഞു തരുന്ന ചെറിയ ചില കാര്യങ്ങൾ മതി നമ്മളെ ലൈഫ് കംപ്ലീറ്റ് മാറിപ്പോവും. അതായത് നമുക്ക് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അത് നമ്മളെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു തരുന്ന കുറച്ച് ആളുകളുണ്ടാവും. ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയും, പടച്ചോൻ ചില മനുഷ്യരുടെ രൂപത്തിൽ വാക്കുകളിലൂടെ നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അതായത് നമുക്ക് എന്ത് കാര്യമാണോ ആ സമയത്ത് ആവശ്യം, എന്താണോ ലൈക്ക് നമുക്ക് മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ സിറ്റുവേഷൻ മാറാൻ വേണ്ടി നമുക്ക് ആവശ്യമുള്ള വാക്കുകൾ എന്താണോ, ഇത് പറഞ്ഞു തരാനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ടാവും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ആ വാക്കുകൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് മുന്നിൽ വന്ന ആളുകളാവും. ആ ആളുകൾക്കൊരു പ്രത്യേക ഭംഗിയാണ്. ആ ആളുകൾ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ലൈഫേ മാറ്റും. മേ ബി നമ്മൾ മറന്നുപോയ നമ്മുടെ സ്വപ്നങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ചില ആളുകളുണ്ട്. ലൈക്ക് ഒരു ഒരു വൺ ടൈം ഇതിന് മാത്രമേ ഇപ്പം എന്താ പറയുക, പിന്നെ ഒരു വേർഡ് എന്താ പിന്നെ പറയാ, അതൊരു മാജിക് പോലെയാണ്. ആ ആൾ വരുന്നു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, ആ ആൾ പോകുന്നു. പിന്നീട് ചിലപ്പോൾ നമ്മൾ ആളെ കാണുക പോലുമില്ല. പക്ഷെ ആ ഒരു സമയത്ത് ആ ആൾ നമുക്ക് ആവശ്യമായിരുന്നു. ആ ഒരു സമയത്ത് ആ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ആ ആൾ തന്നെ വരണമായിരുന്നു. ആ ആൾ കറക്റ്റായിട്ടുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരും ചെയ്യും. ലൈക്ക് ആ ഒരു സമയം ആ ഒരാൾ ആ പറഞ്ഞ വാക്കുകൾക്ക് നമ്മളെ ലൈഫിൽ മാറ്റി നിർത്തപ്പെടാൻ ചാൻസ് ഇല്ലാത്ത ഒരു വാല്യൂ ഉണ്ടാവും. ഇത് അനുഭവിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. നല്ല കോട്സാണ് അല്ലേ? ആദ്യത്തെ 2 നമുക്ക് വന്നത്. അടുത്തത് മിസ്റ്റർ വായിനോക്കി എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്താണ്. വായിനോക്കി എന്നുള്ള പേരിൽ എന്താണിത്, ഫോട്ടോ ആണോ? നീ പഴയ പോലെയല്ല. പോയല്ലോ. പോലെയല്ല എന്ന് പറഞ്ഞപ്പോൾ പോയോ? എന്ത് വരാത്ത? നീ പഴയ പോലെയല്ല, ഒരുപാട് മാറിപ്പോയി. ജീവിതമാണ്, അനുഭവങ്ങളാണ്, തിരിച്ചറിവുകളാണ്, മനുഷ്യനാണ്, മാറിപ്പോയി. ദാറ്റ്സ് എ ഫാക്ട്. യൂണിവേഴ്സൽ ട്രൂത്താണത്. കുറേ ആളുകൾ എന്നോട് പറയുന്ന കാര്യമാണ്, ഈ പഴയ പോലെയല്ല, മാറിപ്പോയി മാറിപ്പോയി മാറിപ്പോയി. ആ ആളുകളോട് ഞാനും പറയും, ഓഫ് കോഴ്സ് ഞാൻ മാറിയിട്ടുണ്ട്. 2 വർഷം മുൻപേ കണ്ട ഞാൻ തന്നെയാണ് ഇപ്പോഴും. ഞാൻ ഒരിക്കലും പറയുന്നില്ല, ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഞാൻ ആരോടും പറയൂല. എടാ, ലൈഫിൽ നമ്മൾ ഓൾറെഡി സംസാരിച്ച പോലെ സിറ്റുവേഷൻസ് വിൽ ചേഞ്ച് പീപ്പിൾ. സാഹചര്യങ്ങൾ ആളുകളെ തീർച്ചയായും മാറ്റും. അത് കൺഫേം ആണ്. റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ, ഉത്തരവാദിത്തങ്ങൾ കൂടുന്ന സമയത്ത് സന്തോഷങ്ങൾ മറക്കുന്ന ഒരുപാട് പേരുണ്ട്. സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ മാറിപ്പോകും. ലൈഫിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാ രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റണമെന്നില്ല. ആ സമയത്ത് പല ആളുകളും പിടിച്ചു നിൽക്കാൻ വേണ്ടി പല രൂപത്തിലേക്ക് മാറുന്നുണ്ട്. മെൻ്റലി, ഫിസിക്കലി. എടാ, അതൊക്കെ അക്സെപ്റ്റ് ചെയ്യണം മറ്റുള്ളവർ. ലൈക്ക് നമുക്ക് നമ്മളെ കൂടെയുള്ള ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുള്ള ആളുകൾ അവർ മാറിപ്പോയി എന്നൊരു കംപ്ലയിൻറ്റ് നമ്മളിങ്ങനെ ഓരോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ എല്ലാവരുടെയും ലൈഫ് ഒരേപോലെ അല്ല. നമ്മൾ ഫേസ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് ആവില്ല ചിലപ്പോൾ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവുക. പുറം ലോകം അറിയാത്ത വളരെ ദയനീയമായ അല്ലെങ്കിൽ ഹാർഡസ്റ്റ് പോയിന്റിലൂടെയൊക്കെ ചിലപ്പോൾ അവർ കടന്നു പോയിട്ടുണ്ടാകാം. എന്നിട്ടും അവർ ജീവിക്കുന്നില്ലേ, പിടിച്ചു നിൽക്കുന്നില്ലേ? സോ നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്നതിന് മുൻപ്, മാറിപ്പോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് മുൻപും കുറ്റപ്പെടുന്നതിന് മുൻപും നമ്മൾ മനസ്സിലാക്കുക, സിറ്റുവേഷൻസ് വിൽ ചേഞ്ച് പീപ്പിൾ. സാഹചര്യങ്ങൾ ആളുകളെ തീർച്ചയായും മാറ്റും. അതുകൊണ്ട് നെവർ ജഡ്ജ് എ മാൻ എന്നല്ല, നെവർ ജഡ്ജ് എനി വൺ. ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യരുത്, കളിയാക്കുകയും ചെയ്യരുത്. അടുത്തത് ലിൽ തിങ്സ് ആർക്കൈവ് എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണല്ലോ.
പിന്നിൽ നിന്നുള്ള കുത്തലുകൾ ഒരുപാട് സഹിച്ചിട്ടാണ് ഈ നിലയിലെത്തിയതെന്ന് പുട്ട്. അത് കൊള്ളാട്ടോ. പിന്നിൽ നിന്നുള്ള കുത്തലുകൾ ഒരുപാട് സഹിച്ചിട്ടാണ് ഈ നിലയിലെത്തിയതെന്ന് പുട്ട്. കറക്റ്റ് അല്ലേ? പുട്ട് നമുക്ക് അത് പുട്ട് നമ്മൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ പുട്ട് കുറ്റിന്ന് പുറകിലൂടെ കുത്തി കുത്തിയിട്ടല്ലേ. അതേതാ പേജ്? ലിൽ തിങ്സ് ആർക്യൂ. കൊള്ളട്ടോ. അതിന്റെ കമന്റ് സെക്ഷൻ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ചിലപ്പോ നല്ല കോമഡി ഉണ്ട്. സത്യം പറഞ്ഞ കുറെ ആളുകള് നല്ല കിഡിലെ എഴുത്തുകാര് എവിടെ ഉണ്ടാവുക അറിയാം. നല്ല റീൽസിന്റെ കോമന്റിൽ ഇതിന്റെ കോമന്റ് അയച്ചു നോക്കാം. എന്താണ്? തിളച്ച എണ്ണയിൽ മുക്കിയിടുന്ന എന്നെ വിളിക്കുന്ന പേര് സുഖിയൻ. കറക്റ്റ്. ഇതാരെ പോസ്റ്റ് ചെയ്ത്? അമ്പുവേ എന്ന് പറഞ്ഞ ഒരു പേജാണ്. എന്താണ്? താഴെ വീഴാതിരിക്കാൻ ചില്ലിട്ടവർ തന്നെയാണ് പിന്നിൽ. അത് കണ്ടങ്ങള്. താഴെ വീഴാതിരിക്കാൻ ചില്ലിട്ടവർ തന്നെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. അതായത് പുട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോ ആദ്യം ഒരു ചില്ലിടും, എന്നിട്ടാണല്ലോ നമ്മൾ പൊടിയിടുക. ആ ആളുകൾ തന്നെ പിന്നീട് കുത്തി. ഇത് കൊണ്ടോയിട്ടോ ഈ ഒരു കോട്ട്. കമന്റ് കുറെ ഉണ്ട് കേട്ടോ. ചിലതൊക്കെ വളരെയധികം അടിപൊളി കോട്ട് കേട്ടോ. ചിലത് ഞാൻ വായിക്കണില്ല. ഓ, ഒരാള് കമന്റ് ഇട്ടോ, രാവിലെ തന്നെ മോട്ടിവേറ്റ് ആയി. ഡബിൾ മീനിങ് കോമന്റുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇതേതായാലും കൊണ്ടോയിട്ടോ ഈ റൈറ്റ്. ഇതിലേക്ക് കൂടുതൽ ഒന്നും പറയാനില്ല. നമുക്ക് പിന്നിൽ നിന്നൊക്കെ പലതരത്തിലുള്ള കുത്തുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു വലിയ നിലയിലെത്തും എന്നുള്ള ഒരു കാര്യം ഉറപ്പിക്കാം. എന്തായാലും ഞാൻ ഒന്നുകൂടി വായിക്കാം. പിന്നിൽ നിന്നുള്ള കുത്തലുകൾ ഒരുപാട് സഹിച്ചിട്ടാണ് ഈ നിലയിലെത്തിയതെന്ന് പുട്ട്. അപ്പം ഇതിന്റെ ഡെപ്ത് ആയ മീനിങ്ങിന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആർക്കും അറിയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കിഡിലൻ സാധനം കേട്ടോ. അടുത്തത് നാജിയ നിസാർ എന്ന് പറയുന്നൊരു പേജ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. എന്തോ വോയിസ് ഓവർ ഉണ്ട്, കേട്ടോ. അത് പോയി ഒന്നുകൂടി. ഓക്കെ. ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, വലിയ ആഡംബരമൊന്നും വേണ്ട, ഓടിപ്പിടിച്ചൊന്നും നേടുകയും വേണ്ട. സ്ലോ ബട്ട് സ്റ്റഡി പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് വിച്ച് ഐ ഓൾവേസ് വിഷ്ഡ് ഫോർ. ഒരു 90 അല്ല 100% ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സമാധാനമായിട്ടൊന്ന് ജീവിക്കാം. ലൈക്ക് ഇതും ഈ ഒരു കോണ്ടന്റ് ആക്ച്വലി ഞാൻ ലൈക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റയിൽ. ഇപ്പം അൾട്ടിമേറ്റ് ആയിട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? സമാധാനം, പീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും ഓടി നടക്കുന്നത്. അഫ്കോഴ്സ് പണം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിന്റെ പുറകെ നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, സമാധാനമായിട്ടൊന്ന് ഉറങ്ങണം. കിടക്കാൻ നേരത്ത് ടെൻഷൻ, ഓവർ തിങ്കിങ്, ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങണം. ഇതാഗ്രഹിക്കുന്ന മനുഷ്യർ ഈ ദുനിയാവിലേ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യം കേട്ടോ, 100% സത്യം ഒരു കാര്യമാണത്. അത് ഞാൻ പറഞ്ഞത് ഒരു 80%, 90% ആളുകളോ അല്ലത്, 100% ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. അടുത്തത് stories.dev എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. നമുക്കിഷ്ടപ്പെട്ടത് തന്നെ നമുക്ക് കിട്ടിയിരുന്നേൽ എന്ത് രസമായിരുന്നു. അത് വല്ലാത്തൊരു റൈറ്റിംഗ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കടാ, നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാം നമുക്ക് കിട്ടണമെങ്കിൽ ചിലപ്പോൾ അത് രസമാവൂലേ. പക്ഷെ അതിലൊരു പ്രശ്നം കൂടെ ഉണ്ടടാ. നമ്മൾ ഇഷ്ടപ്പെടുന്നതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ലൈഫ് തന്നെ ബോറടിച്ചു തുടങ്ങും. ചിലതൊന്നും കിട്ടരുത്. നഷ്ടപ്പെടുമ്പോൾ അതിൻ്റെ വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ വാല്യൂ കൂടെ നമ്മൾ തിരിച്ചറിയും. അങ്ങനെ ഒന്നുണ്ട്.
നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ള സമയത്തോ കയ്യിലുള്ള സമയത്തോ ചിലപ്പോൾ നമ്മളതിൻ്റെ പകുതി പോലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ബട്ട് വൺസ് നമുക്കത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കും, തിരിച്ചറിയും. ചില തിരിച്ചറിവുകൾക്ക് ചിലത് നമുക്ക് നഷ്ടപ്പെടണം. അതുപോലെ തന്നെ തിരിച്ചറിവുകൾ എന്ന് പറയുന്നത് വളർച്ചയിലേക്കുള്ള ഏറ്റവും നല്ല വഴികളാണ്. ബട്ട് വേറൊരു സൈഡിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഇതൊരു രസമാണ്. നമുക്കിഷ്ടപ്പെട്ടത് തന്നെ നമുക്ക് കിട്ടിയിരുന്നതിൽ എന്ത് രസമായിരുന്നു. നല്ലതാണ്, പക്ഷെ ഇത് എപ്പോഴും നല്ലതല്ല എന്നുള്ളൂ. എന്തായാലും കൊള്ളാം. സോ ആൻഡ് 20ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ചൊന്ന് ഷോർട്ടാക്കുക. ഇതിങ്ങനെ കുറേ വലിച്ചു നീട്ടിയിട്ടോ അങ്ങനെയല്ല ഉദ്ദേശിച്ചു, വലിച്ചു നീട്ടുക എന്നല്ല, ബട്ട് ഒരു 20ാമത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് നമുക്ക് മിനിമലായിട്ട് എടുത്തിട്ട് പെട്ടെന്ന് തീർക്കാം എന്നൊരിതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ കുറച്ച് കോട്ട് ആണ് ചൂസ് ചെയ്യാൻ വിചാരിച്ചത്. സോ നമ്മൾ അടുത്തത് വായിക്കാൻ പോകുന്നത് 20th എപ്പിസോഡിലെ ലാസ്റ്റ് കോട്ടാണ്. എന്താ നോക്കാം. നാഫിൽ എന്ന് പറയുന്ന ഒരു പേജ് പോസ്റ്റ് N4 എന്നാ തോന്നുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലരുണ്ട്, അവരാണെങ്കിൽ കഥ പറഞ്ഞ് തീരത്തുമില്ല, നമ്മൾക്കാണെങ്കിൽ അത് കേട്ടും മടുക്കത്തുമില്ല. ശരിയാടാ. ലൈക്ക് ഇപ്പോൾ എൻ്റെ ലൈഫിലുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ. അതായത് ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അറിയോ, ഇപ്പം ഞാൻ ചില ആളുകളുടെ അടുത്ത് ഞാൻ നല്ലൊരു ലിസണറാണ്. ഞാൻ എല്ലാവരുടെ അടുത്തും ഒരു നല്ല ലിസണറല്ല, ബട്ട് ചില ആളുകളുടെ അടുത്ത് ഞാൻ എനിക്ക് തന്നെ അറിയാം ഞാൻ ഭയങ്കര നല്ല ലിസണറാണ് ചില ആളുകളുടെ അടുത്ത്. അതുപോലെ തന്നെ എൻ്റെ ലൈഫിലും ചില നല്ല ലിസണേഴ്സ് ഉണ്ട്. ഒരു ലിസണർ കിട്ടുക എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ലക്കിയസ്റ്റ് തിങ് ഇൻ ദ വേൾഡ്. കാരണം എല്ലാവരും നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല. ഒരാൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ വി ആർ സ്പെൻഡിങ് അവർ ഓൺ ടൈം, അല്ലേ? അപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ നമുക്ക് വേണ്ടി ദേ ആർ സ്പെൻഡിങ് ദെയർ ഓൺ ടൈം, ആ ഒരു വാല്യുബിൾ ടൈം നമുക്ക് വേണ്ടി അവർ സ്പെൻഡ് ചെയ്യുമ്പോൾ വി ഷുഡ് നോ ദാറ്റ് ദേ ആർ സംതിങ് സ്പെഷ്യൽ. അവർ ഒരു നോർമൽ ആളെ പോലെ നമ്മൾ കാണരുത് ഒരിക്കലും. ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് ദെയർ ഓൺ ടൈം വിത്ത് അസ് ആൻഡ് ദേ ആർ ലിസണിങ് അവർ പ്രോബ്ലംസ് ഓർ ദേ ആർ ലിസണിങ് അവർ സ്റ്റോറീസ്. നമ്മൾ എന്താണോ പറയുന്നത് അതെല്ലാം അവർ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കേട്ട് നിൽക്കുന്നു. ആൻഡ് അതിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ തിങ് എന്ന് പറയുന്നത് ദർ ആർ സം പീപ്പിൾ ഹു ജസ്റ്റ് നോട്ട് ലിസൺസ്, ദേ വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ ട്രൈങ് ടു സേ. അങ്ങനെയുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ് ഇൻ ദ വേൾഡ്. കാരണം കേൾക്കാൻ ഒരാളെ കിട്ടുന്നതും ആ ആൾ തന്നെ നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നതും തമ്മിൽ അങ്ങനെയല്ല. അതായത് നമ്മളെ കേൾക്കാൻ ചിലപ്പോൾ 10 ആളുകളുണ്ടാവും, ബട്ട് ദർ ആർ ഓൺലി ഫ്യൂ പീപ്പിൾ അവർക്ക് മാത്രമേ ചിലപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായതടാ ചിലപ്പം നമ്മളൊരു കാര്യം ഒരു 10 പേരോട് പറഞ്ഞ് ആ ഒരു 10 പേര് ചിലപ്പോൾ നമ്മൾ വളരെ നല്ല രീതിയിൽ കേട്ട് നിന്ന്, പക്ഷേ അതിൽ ചിലപ്പം ഒരു 4 പേർക്കാവും മനസ്സിലായത് നമ്മളെ. അത് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ചില ആളുകൾ കേട്ടിരിക്കാനെങ്കിലും ഒരാൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ട്. ആ ആളുകളൊക്കെ സംബന്ധിച്ച് നമ്മളെപ്പോഴും റെസ്പെക്റ്റ് ചെയ്യേണ്ട കുറച്ച് ആളുകളാണ്. നമ്മളൊക്കെ ലൈഫിൽ ആരെങ്കിലും നമ്മളെ കേട്ട് നിൽക്കാനുണ്ടെങ്കിൽ ആക്ച്വലി വി ആർ ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് ദം. കാരണം അങ്ങനെയുള്ള ആളുകളെ കിട്ടണമെങ്കിൽ നമ്മളും എന്തൊക്കെ ഒരു ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം. ഇപ്പം വെറുതെ ഇപ്പം നമ്മൾ ഒരാളെടുത്ത് ചെന്നിട്ട് പറയാണ് എനിക്കൊരു പ്രശ്നമുണ്ടെന്നൊക്കെ പറയുമ്പോൾ എത്ര ആൾ നമ്മളെ കേട്ടിരിക്കടാ? വളരെ ചാൻസ് കുറവാണ്. സോ നമ്മൾ കേട്ടിരിക്കാൻ ഒരാളെ കിട്ടുന്നതും എന്താ പറയുക, നമ്മൾ ഒരാൾക്ക് വേണ്ടി കേട്ടിരിക്കുന്ന സമയം കൊടുക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ്. സോ നമ്മുടെ കോട്ട്സ് ആൻഡ് റൈറ്റിങ്സിലെ ലാസ്റ്റ് കോട്ടായ ഇത്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലരുണ്ട്, അവരാണെങ്കിൽ കഥ പറഞ്ഞ് തീരത്തുമില്ല, നമുക്കാണെങ്കിൽ അത് കേട്ടും മടുക്കത്തുമില്ല. ഇതെന്താ അറിയോ, ചില ആളുകളോടുള്ള അതായത് ചില ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, പ്രയോറിറ്റി കൂടാണ് ഇവിടെ എടുത്തു പറയുന്നത്. അവർ എത്ര നേരം ഒരു കഥ പറഞ്ഞിരുന്നാലും നമുക്ക് ബോറടിക്കുകയില്ല. നമ്മൾ എത്ര നേരം അവരോട് പറഞ്ഞാലും അവർക്കും ബോറടിക്കില്ല, ഇരുന്നിങ്ങനെ കേൾക്കും. അങ്ങനെയുള്ള ആളുകളെ ലൈഫിൽ കിട്ടാൻ അതാ ഞാൻ പറയുന്നത്, ആക്ച്വലി അതൊരു ഭാഗ്യമാണ്. വി ആർ ട്രൂലി ബ്ലെസ്ഡ് ടു ഹാവ് ദം ഇൻ അവർ ലൈഫ്. സോ അങ്ങനെയുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ ആ ആളുകളോട് നിങ്ങൾ പറയുക, ആക്ച്വലി ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ ഗുഡ് ലിസണർ എന്ന് നിങ്ങൾ പറയണം. കാരണം ദേ ആർ ട്രൂലി ഡിസേർവിങ് ദാറ്റ് വേർഡ് ഓർ ദാറ്റ് സെൻറ്റൻസ്. അവർ സത്യത്തിൽ നമ്മളത് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സത്യത്തിൽ അവരത് കേൾക്കാൻ അർഹരാണ്.
കാരണം നമ്മുടെ ജീവിതത്തിൽ എത്ര മനുഷ്യരെ നമ്മൾ ഡെയിലി കാണുന്നുണ്ട്, എത്ര ആളുകൾ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, ഫാമിലി ആയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഇതിന് ചൂസ് ചെയ്യുക വളരെ റെയറായ ആളുകളല്ലേ. സോ ദേ ആർ ഡിസേർവിങ് ടു ഹിയർ ദാറ്റ് ഫ്രം അവർ സൈഡ്. സോ ടെൽ ദം ദാറ്റ് താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ, താങ്ക് യു ഫോർ ബീങ് എ ഗുഡ് ലിസണർ. ഐ ട്രൂലി വാല്യൂ യു. മറക്കരുത്. സോ ഗൈസ്, യെസ്, വി ആർ വൈൻഡിങ് അപ്പ്. എപ്പിസോഡ് നമ്പർ 20 ഇവിടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യായിരുന്നു. ആൻഡ് ബൈ ദ വേ, ഇന്ന് വായിച്ച കോഡ്സിനൊക്കെ വല്ലാത്തൊരു ഭംഗിയുണ്ട്. ലൈക്ക് ഇപ്പം ലവ് കോഡ്സ് നമ്മൾ വായിച്ചു, മോട്ടിവേഷണൽ കോഡ്സ് വായിച്ചു, പുട്ടിൻ്റെ ദ ഫേമസ് പുട്ട് ഓഫ് കേരള, കേരളത്തിൻ്റെ ട്രഡീഷണൽ ഫുഡ്. എൻ്റെ വീട്ടിലേക്ക് ആഴ്ചയിൽ 7 ദിവസം അല്ലെങ്കിൽ ഒരു 6 ദിവസം എന്തായാലും ഉണ്ടാകുന്ന ഭക്ഷണം പുട്ട്. നമ്മൾ മലയാളികൾക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത വിഭവം പുട്ട്. പുട്ടിൻ്റെ തന്നെ വാക്കുകളും എന്താ പറയുക വരികളൊക്കെ വെച്ചിട്ട് ഒരു കിഡിലൻ മോട്ടിവേഷൻ കിട്ടിയ നമ്മുടെ 20 എപ്പിസോഡുകൾ കംപ്ലീറ്റ് എടുക്കുമ്പോൾ ഇത്രയും നല്ലൊരു കോട്ട് പുട്ടിന് വെച്ചിട്ട് ഞാൻ ഇതുവരെ വായിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കേട്ട ഓർമ്മ നിങ്ങൾക്കുണ്ടോ? എൻ്റെ ഓർമ്മയിലല്ലോ വായിച്ചിട്ട്. സോ അത്രയും നല്ല ബ്യൂട്ടിഫുൾ കോട്ട് പുട്ടിൻ്റെ വരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കിട്ടി. നല്ല ബ്യൂട്ടിഫുള്ളായ ലവ് കോഡ്സ് കിട്ടി. വീഡിയോൻ്റെ തുടക്കം തന്നെ ഒന്നൊന്നര ജീവിതത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നതിൻ്റെ പക്ക ഇമ്പോർട്ടൻറ്റ് മീനിങ് നമുക്ക് കുറച്ച് ലൈൻസിലൂടെ നമുക്ക് കിട്ടി. സോ എപ്പിസോഡ് 20 ഐ ഹോപ്പ് അത് നല്ല രീതിയിൽ വർക്ക് ആയിട്ടുണ്ടെന്നാണ് ഐ ഫീൽ ലൈക്ക് വെരി ഹാപ്പി. കാരണം ഇത്രയും നല്ല കോഡ്സ് 20ാമത്തെ എപ്പിസോഡിൽ വന്നത് തന്നെ എന്തോ ഒരു ഭാഗ്യം പോലെ ഞാൻ കാണുന്നു. ആൻഡ് ഐ ട്രൂലി ബിലീവ് ദാറ്റ് നിങ്ങൾക്കും ഇതെല്ലാം കണക്റ്റ് ആയിട്ടുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇഷ്ടപ്പെട്ട കോട്ട് ഏതാണെന്ന് കോമൻറ്റ് ചെയ്യുക. ആൻഡ് കുറേ ആളുകൾ കോമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാനൊരു പേര് ഈ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു ആതിര ആരതി, ലൈക്ക് അവരുടെ പ്രൊഫൈൽ എനിക്കറിയില്ല, ഞാൻ യൂട്യൂബിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇൻസ്റ്റയിൽ ഞാൻ എനിക്ക് അവരെ കണ്ടുപരിചയമില്ല. സോ ഞാൻ അവരെ കുറിച്ച് പറയാനുള്ള മെയിൻ റീസൺ, ഇവർ 2 പേരാണോ അതോ ഒരാളാണോ എനിക്കറിയില്ല. ബട്ട് അവർ ഇടുന്ന റൈറ്റിങ്സ് മാൻ, ചിലതെല്ലാം പീക്ക് പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. ഞാൻ വായിക്കുന്നുണ്ട് അവരുടെ എല്ലാ റൈറ്റിങ്സും. ഞാൻ പറഞ്ഞില്ലേ, ചില ആളുകൾ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് റൈറ്റിങ്സ് ഇടുന്നുണ്ട്. അതിൽ ഞാൻ ശ്രദ്ധിച്ച കുറച്ച് ആളുകളിൽ ഒരു പേരാണിത്, ഈ ആതിര ആരതി എന്ന് പറയുന്നത്. സോ ആൻഡ് കീപ് സപ്പോർട്ടിങ് ദം. കാരണം അവരുടെ കോമൻറ്റിനും കുറേ ആളുകൾ ലൈക്ക് ചെയ്യുന്നത് ഞാൻ കണ്ടു. സോ ഗൈസ്, പ്ലീസ് സപ്പോർട്ട് ദം. പിന്നെ അതുപോലെ തന്നെ കമൻ്റ് ഇടുന്ന വേറെയും കുറേ ആളുകളുണ്ട്. ഒരു ബുക്സ് എന്നുള്ള പേരിലുണ്ട്. പിന്നെ ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടാ, സത്യം പറയട്ടെ, ഞാൻ അങ്ങനെ ഓർത്ത് വെച്ച് കുറേ കാര്യം ഞാൻ പെട്ടെന്ന് മറന്നു പോകും. ചില കാര്യങ്ങൾ ഞാൻ മറക്കില്ല, പക്ഷെ ചിലത് ഞാൻ മറക്കും. അപ്പോൾ ഞാൻ മറന്നു. ഞാൻ എന്തായാലും നമ്മളെന്തായാലും ഇവരുടെ കോമൻറ്റ് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഞാൻ എന്തായാലും ഇവരുടെ പേരുകൾ കംപ്ലീറ്റ് ആയിട്ട് പറയും. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ എന്താണ് ഈ ആതിര ആരതി. അവരുടെ കോമൻറ്റ് ഞാൻ നല്ലോണം ശ്രദ്ധിച്ച പേരുകളിൽ ഒരു പേരാണത്. കാരണം എല്ലാ വീഡിയോക്ക് താഴെ ഒരുപാട് കോമൻറ്റ്സ് ഇവരിടുന്നുണ്ട്. ആക്ച്വലി താങ്ക് യു. കാരണം ഇത്രയും കോമൻറ്റുകൾ ഇപ്പോൾ ഒരു വീഡിയോക്ക് താഴെ അവർ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ദേ ആർ ടേക്കിംഗ് ടു മച്ച് എഫേർട്സ്. അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. അവർ അത്രയും ചിന്തിച്ചിട്ടാണ്. ഞാൻ അവരെന്ന് പറയാൻ കാരണം ഐ ഡോണ്ട് നോ ലൈക്ക് ഇറ്റ്സ് എ സിംഗിൾ പേഴ്സൺ ഓർ 2 ആളാണെന്ന് എനിക്കറിയില്ല. ബൈ ദ വേ, ലൈക്ക് അവർ നല്ല രീതിയിൽ എഫേർട്സ് എടുക്കുന്നുണ്ട്, നല്ല രീതിയിൽ വീഡിയോസ് കാണുന്നുണ്ട് ആൻഡ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ആളുകൾ എന്താ പറയുക, ഈ കോമൻറ്റിൽ ടൈം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ചില കോഡ്സിൻ്റെ, അതായത് പേജ് അറിയാത്തത് കൊണ്ടാകണം അവർ ടൈം മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട്. ആക്ച്വലി അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. അവരത്രയും ഡീപ്പായിട്ട് നോക്കിയിട്ടാണല്ലോ അതൊക്കെ മെൻഷൻ ചെയ്യുന്നത്. സോ ഇതുപോലെ തന്നെ ഇനിയും കീപ് സപ്പോർട്ടിങ്. നമുക്ക് വീണ്ടും അടിപൊളി കോഡ്സും മോട്ടിവേഷൻസും റൈറ്റിംഗ്സ് ആയിട്ട് വീണ്ടും വരാം. സോ എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.